നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് ചെയർപേഴ്സന്റെ കാറിലെന്ന് എഫ്ഐആർ. വനിതാ കൗൺസിലർ അടക്കം തട്ടിക്കൊണ്ടുപോകലിന് കൂട്ടുനിന്നുവെന്ന് എഫ്ഐആറിൽ പരാമർശം. തട്ടിക്കൊണ്ടുപോകൽ വിവാദങ്ങൾക്ക് പിന്നാലെ കൂത്താട്ടുകുളത്ത് നിന്ന് CPM-ന്റെ വിശദീകരണ യോഗമുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്യാം, വിശദാംശങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിന് പിന്നാലെയാണ് പോലീസ് ഇന്നലെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നത്. ആ FIR-ലാണ് തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചത് നഗരസഭാ അധ്യക്ഷയുടെ വാഹനമാണ് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ വനിതാ കൗൺസിലറെ അടക്കം ഈ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. 45 പേരാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന മൂവാറ്റുപുഴ DYSP-യെ ആ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നാലെയാണ് ഈ കേസിൽ ആദ്യ അറസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നഗരസഭയിൽ CPM-ന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗവും വച്ചിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ തട്ടിക്കൊണ്ടുപോകൽ നാടകം എന്നുള്ളത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണ് എന്നുള്ളതാണ് CPIM വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പറയാനുള്ളത് പൊതുവേദിയിൽ പറയും എന്നുള്ളതാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്ന് തട്ടിക്കൊണ്ടുപോകൽ നിരയായ കൗൺസിലർ കലാരാജുവിൻ്റെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. രാവിലെ 11 മണിക്കാകും മൊഴി രേഖപ്പെടുത്തുക. ഏതായാലും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇന്ന് CPM രാഷ്ട്രീയ വിശദീകരണ യോഗവും കലാരാജു മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയും നൽകാനായി എത്തുന്നത്. SKN. ഓക്കെ, താങ്ക് യു.